നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് കറന്തക്കാട് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള റോഡ് തകർച്ച. BMS നടത്തിയ റോഡ് ഉപരോധ സമരത്തിൽ സംഘർഷം. ചെറുവത്തൂരിൽ ബസ് ഇടിച്ച് കാൽനട യാത്രക്കാരിയായ വീട്ടമ്മ ദാരുണമായി മരിച്ച സംഭവം. ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനും ബേക്കൽ സബ് ഡിവിഷൻ പോലീസ് ഓഫീസിനുമായി നിർമ്മിച്ച ബഹുനില കെട്ടിടം ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ബദിയടുക്ക കൃഷിഭവന് മുന്നിൽ സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. മാഹിം കേളോട്ട് ഉദ്ഘാടനം ചെയ്തു. പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്ന മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്നു. 2 ലക്ഷം രൂപ വിലമതിക്കുന്ന പാൻ ഉൽപ്പന്നങ്ങളുമായി 2 പേർ പിടിയിൽ. വന്യജീവികളുടെ ആക്രമണത്തിൽ പ്രതിഷേധം. കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന് ഓഗസ്റ്റ് 15-ന് തുടക്കമാകും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കറന്തക്കാട് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച് BMS നടത്തിയ റോഡ് ഉപരോധ സമരത്തിൽ സംഘർഷം. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് നീക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഉപരോധ സമരം ജില്ലാ പ്രസിഡന്റ് ഉപേന്ദ്ര കോട്ടക്കണി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്ന കാസർഗോഡ് നഗരത്തെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന റോഡ് ദിവസങ്ങളായി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. പലയിടങ്ങളിലും ടാറിംഗ് ഇളകിപ്പോയതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം ദുസ്സഹമാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഇതുവഴി ഗതാഗത സ്തംഭനമുണ്ടാകുന്നതും പതിവാണ്. ഈ സാഹചര്യത്തിലാണ് BMS കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ റോഡ് ഉപരോധ സമരം നടത്തിയത്. എയർലൈൻസ് ജംഗ്ഷനിൽ നടന്ന ഉപരോധ സമരത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. സമരത്തെ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടതോടെ റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് നീക്കുവാൻ ശ്രമിച്ചത് സംഘർഷത്തിന് കാരണമായി. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിച്ചതോടെയും പോലീസ് സംയമനം പാലിച്ചതോടെയും സംഘർഷാവസ്ഥ ഒഴിവായി. ഉപരോധ സമരം ജില്ലാ പ്രസിഡന്റ് ഉപേന്ദ്ര കോട്ടക്കണി ഉദ്ഘാടനം ചെയ്തു. നമ്മളിവിടുത്തെ അധികാരികളോട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന് പരിഹാരം കാണുമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ 3 മാസമായി ഇവിടുത്തെ അധികാരികൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അതുകൊണ്ടാണ് BMSന്റെ നേതൃത്വത്തിൽ മേഖലാടിസ്ഥാനത്തിൽ ജനകീയ പ്രക്ഷോഭം എന്ന രീതിയിൽ ഇവിടെ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ഉപരോധമാണ് നടത്തുന്നത്. അതിനെ കയ്യൂട്ടിക്കൊണ്ട് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അടിച്ചമർത്താൻ നോക്കുന്നുണ്ടെങ്കിൽ BMSും അതുപോലെ തിരിച്ചടിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. ഇത്രയും ദയനീയമായ രീതിയിൽ തകർന്നിരിക്കുന്ന റോഡ് ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ വരും നാളുകളിൽ MLAയുടെ ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. മേഖലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ നെല്ലിക്കുന്ന് അധ്യക്ഷത വഹിച്ചു.
ജില്ലാ സെക്രട്ടറി KV ബാബു, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി P ദിനേശ് ബംബ്രാണ, ഹരീഷ് കുതിരപ്പാടി, ഗുരുദാസ് മധൂർ, ജില്ലാ സമിതി അംഗങ്ങളായ വിശ്വനാഥ ഷെട്ടി, ഭാരവാഹികളായ ഉമേഷ് SK, മനോജ് അണങ്കൂർ, കുഞ്ഞിക്കണ്ണൻ, A കേശവ, പ്രസാദ് എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് മേഖലാ സെക്രട്ടറി ബാബുമോൻ ചെർക്കള സ്വാഗതവും വിശ്വനാഥ ഷെട്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂരിൽ ബസ് ഇടിച്ച് കാൽനട യാത്രക്കാരിയായ വീട്ടമ്മ ദാരുണമായി മരിച്ച സംഭവം നാടിനെ ഞെട്ടിച്ചു. ചെറുവത്തൂർ വെങ്ങാട്ടെ പറയത്തനായ MP മാധവന്റെ ഭാര്യ KV ഗൗരിയാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നടുക്കമുളവാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ചെറുവത്തൂരിൽ ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിൽ വെച്ചാണ് ബസ്സിടിച്ച് കാൽനടയാത്രക്കാരിയായ വീട്ടമ്മ ദാരുണമായി മരിച്ചത്. ചെറുവത്തൂർ വെങ്ങാട്ടെ പരേതനായ MP മാധവന്റെ ഭാര്യ KV ഗൗരിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 11:45ഓടെയാണ് അപകടമുണ്ടായത്. സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ച സ്വകാര്യ ബസ് നടന്നു പോകുകയായിരുന്ന ഗൗരിയെ ഇടിച്ചിടുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗൗരിയെ ഉടൻ തന്നെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കണ്ണൂരിലെ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഉച്ചയോടെ മരണം സംഭവിച്ചു. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നടുക്കമുളവാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ബുധനാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. ഡ്രൈവർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുക്കുകയും സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബേക്കൽ മൗവലിൽ 16കാരനെ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മേൽപ്പറമ്പ് കൈനോത്ത് സ്വദേശി റമീസിനാണ് മർദ്ദനമേറ്റത്. വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് യുവാവിനെ ആക്രമിക്കുന്നതിൽ കലാശിച്ചത്. യുവാവിനെ അക്രമി സംഘം അതിക്രൂരമായി മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ബേക്കൽ മൗവലിൽ 16കാരനെ സംഘം ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു. മേൽപ്പറമ്പ് കൈനോത്ത് സ്വദേശി റമീസിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ പരിക്കേറ്റ റമീസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. മീത്തൽ മൗവലിൽ റഹ്മാനിയ മസ്ജിദിന് സമീപം സുഹൃത്ത് ആരംഭിക്കുന്ന കാർ ആക്സസറി സ്ഥാപനത്തിൻ്റെ നിർമ്മാണ സ്ഥലത്തേക്ക് പോയതായിരുന്നു റമീസ്. സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്ത ബൈക്കിനെ ചൊല്ലി യുവാവ് ഒരാളുമായി വാക്തർക്കത്തിലേർപ്പെട്ടു. തിരിച്ചുപോയ ആൾ കൂടുതൽ പേരുമായെത്തി റമീസിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. വിവരമറിഞ്ഞ് ബേക്കൽ സ്റ്റേഷനിൽ നിന്നും പോലീസ് സംഘമെത്തി അക്രമികളെ ലാത്തിവീശി ഓടിച്ചാണ് റമീസിനെ രക്ഷിച്ചത്. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. യുവാവിനെ അക്രമി സംഘം അതിക്രൂരമായി മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. റമീസിൻ്റെ കഴുത്തിനും പുറത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത്. സംഭവത്തിൽ ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഇത്രയും ഗൗരവമുള്ള വിഷയമായിരുന്നിട്ടും പ്രതികളെ ഇതുവരെയായും അറസ്റ്റ് ചെയ്യാത്തത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് നിയന്ത്രണം വിട്ട് ലോറി ഡിവൈഡറിൽ ഇടിച്ചു നിന്നു. രാഗം ജംഗ്ഷനിലായിരുന്നു അപകടമുണ്ടായത്. ലോറിയിലുണ്ടായിരുന്നവരും സമീപത്തുകൂടി നടന്നു പോവുകയായിരുന്നവരും ഈ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എതിർഭാഗത്തു നിന്നും വന്ന കാറിലെ യാത്രക്കാരും അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. മഞ്ചേശ്വരത്ത് ലോറി നിയന്ത്രണം വിട്ട് അപകടം. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ മംഗളൂരുവിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയാണ് മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ ദേശീയപാതയിൽ നിയന്ത്രണം വിട്ടത്. റോഡിൽ നിന്നും ടയർ തെന്നിയ ലോറി സമീപത്തെ ഡിവൈഡറിൽ ഇടിച്ചു നിന്നു. ലോറിയിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അപകട സമയത്ത് സമീപത്തുകൂടി ചിലർ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഇവരും അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എതിർഭാഗത്തു നിന്നും വന്ന കാറിലെ യാത്രക്കാരും അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ലോറി ഡിവൈഡറിൽ ഇടിച്ചു നിന്നതാണ് ഈ അപകടങ്ങൾ ഒഴിവാക്കിയത്. ചാറ്റൽ മഴയെ തുടർന്ന് റോഡിൽ വെള്ളമുണ്ടായതാണ് ലോറിയുടെ ടയർ തെന്നുവാൻ കാരണമായതെന്നാണ് നിഗമനം. അമിത വേഗതയും ഇത്തരത്തിൽ വാഹനം തെന്നുന്നതിന് കാരണമാകുന്നു. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനം കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിപുലമായി ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ സജീവം. ആഘോഷങ്ങളുടെ ഭാഗമായ പരേഡിന്റെ റിഹേഴ്സൽ നടന്നു. പോലീസിന്റെയും എക്സൈസിന്റെയും NCCയുടെയും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളുടെ പ്ലറ്റൂണുകൾ അണിനിരന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്കുള്ള തയ്യാറെടുപ്പുകൾക്ക് കാസർഗോഡ് ജില്ലാ ആസ്ഥാനത്ത് തുടക്കമായി.
ആഘോഷങ്ങളുടെ ഭാഗമായ പരേഡിൻ്റെ റിഹേഴ്സൽ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു. വേഷവിധാനങ്ങളോടെയുള്ള പരിശീലനമാണ് നടന്നത്. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും NCCയുടെയും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളുടെ പ്ലാറ്റൂണുകൾ പരിശീലനത്തിൽ അണിനിരന്നു. NSS സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗവും പരേഡിൽ അണിനിരന്നു. അസിസ്റ്റന്റ് കമാൻഡന്റ് AR ക്യാമ്പിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരേഡിൻ്റെ റിഹേഴ്സൽ നടന്നത്. പരിശീലനം ലഭിച്ച പ്ലാറ്റൂണുകൾ 15-ന് നടക്കുന്ന പരേഡിൻ്റെ ഭാഗമാകും. വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. AR ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റ് പരേഡ് നിയന്ത്രിക്കും. ജില്ലാ സായുധ പോലീസ്, ലോക്കൽ പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ പ്ലാറ്റൂണുകളും വിവിധ സ്കൂളുകളിലെ സ്റ്റുഡൻറ് പോലീസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്, NCC, ഗവൺമെൻറ് കോളേജ് കാസർഗോഡ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവിടങ്ങളിലെ സീനിയർ ഡിവിഷൻ NCC, ജവഹർ നവോദയ വിദ്യാലയ, പെരിയ ബാൻസെറ്റ്, ജില്ലാ യുവജന കേന്ദ്രം കാസർഗോഡ് ടീം കേരള എന്നീ പ്ലാറ്റൂണുകളാണ് പരേഡിൽ അണിനിരക്കുക. ജില്ലാ ആസ്ഥാനത്ത് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന പരേഡ് വീക്ഷിക്കുവാൻ ജില്ലയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, MP, MLAമാർ, മറ്റു ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ, സർക്കാർ ജീവനക്കാർ തുടങ്ങിയവർ എത്തിച്ചേരണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സുരേഷ് ഗോപി MP-യുടെ ഓഫീസ് ആക്രമിച്ചതിനെതിരെ കാസർഗോഡ് പ്രതിഷേധ പ്രകടനം. സംസ്ഥാന വ്യാപകമായുള്ള ജനാധിപത്യ സംരക്ഷണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. BJP കാസർഗോഡ് ടൗൺ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനും ബേക്കൽ സബ് ഡിവിഷൻ പോലീസ് ഓഫീസിനുമായി നിർമ്മിച്ച ബഹുനില കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. വീഡിയോ കോൺഫറൻസിലൂടെയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. 3 കോടി ചിലവിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം 2.5 വർഷം കൊണ്ടാണ് പണി പൂർത്തീകരിച്ചത്. ചട്ടഞ്ചാൽ ദേശീയപാതയ്ക്ക് സമീപമാണ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനും ബേക്കൽ സബ് ഡിവിഷൻ പോലീസ് ഓഫീസിനുമായുള്ള ബഹുനില കെട്ടിടം ഒരുങ്ങിയത്. പ്രൗഢമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വീഡിയോ കോൺഫറൻസിലൂടെയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. കർത്തവ്യബോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജനസൗഹൃദപരമായി പ്രവർത്തിക്കാൻ കേരള പോലീസിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. കുറ്റാന്വേഷണത്തിന് ഒരുവിധമായ ബാഹ്യ ഇടപെടലുകളും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടുള്ളൊരു പ്രത്യേകത, സ്വതന്ത്രവും നീതിയുക്തവുമായി നിയമം നടപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാതൊരു തടസ്സവുമില്ല. മന്ത്രി AK ശശീന്ദ്രൻ ശിലാഫലക അനാച്ഛാദനം നിർവഹിച്ചു.
CH കുഞ്ഞമ്പു MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CA ഷൈമ, ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭാരത് റെഡ്ഡി, ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് P. ലക്ഷ്മി, ബേക്കൽ DYSP VV മനോജ്, PV സുധീഷ്, P. രവീന്ദ്രൻ, ഇൻസ്പെക്ടർ A. സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായത്. 3 കോടി ചിലവിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം 2.5 വർഷം കൊണ്ടാണ് പണി പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഫാം വർക്കേഴ്സ് യൂണിയൻ CITU കാസർഗോഡിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കറന്തക്കാട് വിത്തുൽപാദന കേന്ദ്രത്തിലേക്ക് മലിനജലം ഒഴുക്കിവിട്ട് കൃഷിഭൂമി നശിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. സീഡ് ഫാം സംരക്ഷിക്കുക, മുനിസിപ്പൽ അധികാരികൾ നീതി പാലിക്കുക, മലിനജലം കൃഷിയിടത്തിലേക്ക് വരുന്നത് തടയുക, വയലുകൾ സെപ്റ്റിക് ടാങ്ക് ആക്കരുത്, തൊഴിലാളികളുടെ ആരോഗ്യം സംരക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഫാം വർക്കേഴ്സ് യൂണിയൻ CITU കാസർഗോഡിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. മുനിസിപ്പൽ ഓഫീസ് മാർച്ച് സിന്ദാബാദ്. ഫാമിനെ സംരക്ഷിക്കുക, ഫാമിനെ സംരക്ഷിക്കുക, മുനിസിപ്പൽ അധികാരികൾ നീതി പാലിക്കുക. തുടർന്ന് നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. 8 മാസമായി ഈ കത്ത് തന്നിട്ട് താൽക്കാലികമായി പരിഹരിക്കാൻ എന്താ കുഴപ്പം? എന്താ തടസ്സമുണ്ടായത് നിങ്ങൾ പറയണ്ടേ? ഞങ്ങൾ പാവങ്ങൾ, ഈ പാവപ്പെട്ട തൊഴിലാളി വലിയ കരുത്തൊന്നുമില്ലാത്തവരല്ലേ, അവരോടൊന്നും ചെയ്യാം എന്ന സമീപനമാണോ? ഇവിടുത്തെ സെക്രട്ടറിയും ബന്ധപ്പെട്ട അധികാരികളും എഞ്ചിനീയർമാരും മറുപടി പറയണം, സമാധാനം പറയണം ജനങ്ങളോട്. ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അദാലത്തിൽ നടന്ന ഒരു വിഷയം, അതേസമയം ഞങ്ങൾക്ക് ഒരു കത്ത്, ആ കത്തിന് പുല്ല് വരെ കൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഏതറ്റം വരെ പോകും. ഇത് ജനാധിപത്യ മര്യാദയുടെ ആദ്യത്തെ സമരമാണ്. അവരോട് മനുഷ്യത്വപരമായ സമീപനം കാണിക്കാൻ ഇതിനകത്തിരിക്കുന്ന ഓഫീസർമാർ തയ്യാറാവണം. എഞ്ചിനീയർ വിഭാഗവും അതുപോലെ ഫൈനാൻസ് വിഭാഗവും സെക്രട്ടറിയും ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ വിനീതമായ അപേക്ഷ. ഞങ്ങൾ ആലോചിക്കും, ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിന് മുമ്പിൽ ആരംഭിക്കും. മുനിസിപ്പൽ ഓഫീസ് പ്രവർത്തിക്കാത്ത സമരം നടത്താൻ ഞങ്ങൾക്ക് അറിയും. അതിലൊക്കെ ഒന്നും കാര്യങ്ങൾ എത്തിക്കരുത്. യൂണിറ്റ് സെക്രട്ടറി സുന്ദരൻ K അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ കോട്ടൂർ സ്വാഗതം പറഞ്ഞു. ഗിരികൃഷ്ണൻ, K ബിജു, T മോഹനൻ, വിനോദ് K, MV പത്മിനി, അംബിക, രത്ന, ബുദ്ധ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബദിയടുക്ക കൃഷിഭവന് മുന്നിൽ സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. മാഹിൻ കേളോട്ട് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള വിവിധ നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് ബദിയടുക്ക കൃഷിഭവന് മുന്നിൽ സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. നിരവധി കർഷകർ ധർണാ സമരത്തിൽ പങ്കെടുത്തു. മാഹിൻ കേളോട്ട് ഉദ്ഘാടനം ചെയ്തു. വന്യജീവി ആക്രമണത്തെ തുടർന്നും കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നും കനത്ത മഴ കാരണവും കാർഷിക മേഖലയിലെ ഉൽപ്പാദനം നഷ്ടപ്പെട്ട കർഷകർക്ക് മതിയായ സംരക്ഷണവും നഷ്ടപരിഹാരവും നൽകണമെന്ന് മാഹിൻ കേളോട്ട് ആവശ്യപ്പെട്ടു. രാസവളങ്ങളുടെ വിലവർധനവും സബ്സിഡി എടുത്തുകളയലും കർഷകർക്ക് തിരിച്ചടിയായെന്നും മഹാളി രോഗം മൂലം നഷ്ടപ്പെട്ട കവുങ്ങ് കൃഷിക്കാരുടെ ഉൽപ്പാദനം നികത്തുവാനാകാത്ത നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബദ്രുദ്ദീൻ കാസിം അധ്യക്ഷത വഹിച്ചു. ബദിയടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത, അൻവർ ഓസോൺ, സത്താർ കുടുപ്പംകുഴി, ഹമീദ് ഹാജി മാന്യ, ഹമീദ് കടഞ്ചി, AK മുഹമ്മദ്, മുസ്തഫ കടമന, ഹനീഫ് കന്യാന, അബ്ദുല്ല അടിമ്പായി, KS മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്ന മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്നു. കാറിൽ കടത്താൻ ശ്രമിച്ച 2 ലക്ഷം രൂപ വിലമതിക്കുന്ന പാൻ ഉൽപ്പന്നങ്ങളുമായി 2 പേർ പിടിയിൽ. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 2 ലക്ഷം രൂപ വിലമതിക്കുന്ന പാൻ ഉൽപ്പന്നങ്ങളുമായി 2 പേരെ മഞ്ചേശ്വരം എക്സൈസ് സംഘം പിടികൂടി. അഫ്സൽ, അഷ്റഫ് എന്നിവരെയാണ് പിടികൂടിയത്. പുലർച്ചെ 5 മണിക്ക് വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് നടന്ന വാഹന പരിശോധനയ്ക്കിടെ പ്രതികൾ സഞ്ചരിച്ച കാർ പരിശോധിച്ചപ്പോഴാണ് 214 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഓഗസ്റ്റ് 13-ാം തീയതി രാവിലെ 5 മണിക്ക് വാഹന പരിശോധനയ്ക്കിടെ 215 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട്. 2 പേരാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അഫ്സൽ, അഷ്റഫ് എന്നീ 2 പേരാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മംഗലാപുരത്ത് നിന്ന് കൊണ്ടുവരികയായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. കണ്ണൂർ ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നതാണ്. ഒരാഴ്ച മുൻപ് കുമ്പള പോലീസ് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ 12 ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു.
കർണാടക ഫാക്ടറിയിൽ നിന്ന് സംഘം നേരിട്ട് കുറഞ്ഞ വിലയ്ക്കാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. കർണാടകയിൽ നിന്ന് 3, 5, 8 രൂപയ്ക്ക് കിട്ടുന്ന വിവിധതരം പുകയില ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ 15, 20, 30 രൂപയ്ക്കാണ് ഇവിടെ ഏജന്റുമാർ വിൽക്കുന്നത് എന്ന് പോലീസ് പറയുന്നു. ഏറ്റവും കൂടുതലായി ഇത് ഉപയോഗിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നും ഓരോ തൊഴിലാളികൾ ദിവസം 100 രൂപയോളം പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതായും പോലീസ് കൂട്ടിച്ചേർത്തു. തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഏജന്റുമാർ പുകയില ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ട്. 50-100 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയാൽ തന്നെ അധികൃതർ ഇവരുടെ മുന്നിലിട്ട് നശിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്നവരെ വിട്ടയക്കുന്നത് പതിവ് കാഴ്ചയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുവന്നാലും മണിക്കൂറുകൾക്കകം കൊണ്ട് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കുറ്റം ചുമത്തിയാണ് കേസെടുക്കുന്നത്. ഇതാണ് മാഫിയകൾക്ക് ആശ്വാസമാകുന്നത്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കർഷക സ്വരാജ് ആഭിമുഖ്യത്തിൽ വന്യജീവികളുടെ ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിഹാര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് തുടക്കം കുറിക്കും. സ്വാതന്ത്ര്യദിനത്തിൽ തുടക്കം കുറിക്കുന്ന സത്യാഗ്രഹത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിന്റെ മലയോരങ്ങളിൽ നിന്ന് ഇടനാട്ടിലേക്ക് വരെ വന്യജീവികളുടെ ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയവും സുസ്ഥിരവുമായ പരിഹാര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലയിലെ വെള്ളരിക്കുണ്ടിൽ അനിശ്ചിതകാല കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന് സ്വാതന്ത്ര്യദിനത്തിൽ തുടക്കം കുറിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏതെങ്കിലും ഒരു സംഘടനയുടെ ആഭിമുഖ്യത്തിലുള്ള സമരമല്ല ഇതെന്നും വ്യത്യസ്ത രാഷ്ട്രീയ, മത, സാമൂഹിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ ചേർന്ന് രൂപം കൊടുത്ത കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതിയാണ് ഈ നീക്കം ഏകോപിപ്പിക്കുന്നത് എന്നും വെള്ളരിക്കുണ്ട് മേഖലയിലെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ ഈ സമരത്തിന് ഉറപ്പാക്കാൻ ഫെബ്രുവരി മുതൽ നടന്നുവരുന്ന തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഇതിന് ജീവൻ നഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ കാർഷിക വിളകൾ നഷ്ടപ്പെടുന്നവർക്കും ഗവൺമെൻറ് കൊടുക്കുന്ന നഷ്ടപരിഹാരം വർഷങ്ങളായിട്ട് കൊടുക്കത്തില്ല. അത് തന്നെ നക്കാപ്പിച്ചാണ്, വളരെ നിസ്സാര തുകയേ ഉള്ളൂ. അപ്പോൾ ഈ നിലയിൽ ഈ പ്രശ്നത്തെ വളരെ ലാഘവബുദ്ധിയോടെ കാണുന്ന ഒരു സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിലുള്ള ഒരു പ്രതിഷേധം കർഷകർ പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ പൊതുവിൽ കാർഷിക പ്രശ്നങ്ങളോട് സർക്കാരുകളുടെ ഒരു തണുത്ത സമീപനങ്ങളുടെ കാരണം കർഷകർക്ക് ഒരു ദിവസത്തിൽ കൂടുന്നൊരു സമരം ചെയ്യാൻ ശേഷിയില്ല എന്നുള്ളൊരു മുൻവിധിയാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് രാവിലെ പശുവിനെ കറക്കണം, റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ അങ്ങനെയുണ്ട്, കാർഷിക പ്രവൃത്തികളുണ്ട്. അതിനിടയിൽ നീണ്ടു നിൽക്കുന്ന സമരത്തിൽ കർഷകർക്ക് ഏർപ്പെടാനാവാത്തത് കൊണ്ട് കർഷകർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആ ഒരു കാര്യത്തെ ഒരു തണുപ്പ മനോഭാവം ഏത് ഗവൺമെൻറ്റായാലും കാണുന്നൊരു സ്ഥിതിയുണ്ട്. ഞങ്ങൾ ഈ നീണ്ടു നിൽക്കുന്ന സമരത്തിലൂടെ അതിനെ കൂടി മറികടക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളൊരു കാർഷിക മേഖലയിൽ തന്നെ നീണ്ടു നിൽക്കുന്ന സമരത്തിൻ്റെ സമര കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. സത്യാഗ്രഹം ആദ്യം വളരെ സായാഹ്ന സത്യാഗ്രഹം മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ പടിപടിയായി ആ സത്യാഗ്രഹത്തിൻ്റെ രൂപം മാറത്തക്ക രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എത്ര മാസം നീണ്ടാലും ഈ പ്രശ്നത്തിന് പരിഹാരമാവാതെ പിന്നോട്ടില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് സമരത്തിനിറങ്ങിയിരിക്കുന്നത്. കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതി ചെയർമാൻ സണ്ണി പൈക്കട, കൺവീനർ ബേബി ചെമ്പരത്തി, കോർഡിനേറ്റർ ശോഭി ജോസഫ്, കൺവീനർ ജിമ്മി ഇടപ്പാടി, പ്രസിഡന്റ് ഗോവിന്ദ ഭട്ട്, ജനറൽ സെക്രട്ടറി ഷുക്കൂർ കണാജെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വോട്ട് കൊള്ള നടത്തി ജനഹിതം അട്ടിമറിച്ചുവെന്നാരോപിച്ചും പ്രതിഷേധ സമരം നയിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. തൃക്കരിപ്പൂർ ബീരിച്ചേരി പോസ്റ്റ് ഓഫീസിൽ നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വൈശാഖ് കൂവാരത്ത് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ രാഷ്ട്രത്തിൽ നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടപ്പാക്കാൻ കമ്മീഷൻ ഇടപെടണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ കത്തയച്ച് പ്രതിഷേധിച്ചത്. ബീരിച്ചേരി പോസ്റ്റ് ഓഫീസിൽ നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വൈശാഖ് കൂവാരത്ത് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിൽ പവിത്രമായി കാണപ്പെടുന്ന വോട്ടേഴ്സ് എന്ന ആധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ BJP സർക്കാരും നരേന്ദ്രമോദിയും കൂടി പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെയും ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ വേണ്ടി കൃത്രിമമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ വീട്ടിലെ പട്ടികളെയും പൂച്ചയെയും തിരികെ കയറ്റി ജനാധിപത്യത്തെ ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രമേഷ് തൈക്കീൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P. സജേഷ്, ജനറൽ സെക്രട്ടറിമാരായ രാഹുൽ M. പൊതുവാൾ, ഷിജു പൊന്നൻ, ബ്ലോക്ക് സെക്രട്ടറി സുബീഷ് കൊടക്കൽ, KU റോമുളൂസ്, ഷിബിൻ ശശിധരൻ, സുശാന്ത് ഉടുമ്പുന്തല എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
ചെമ്പ്രക്കാനം ചെറുപ്പയിൽ കിണറിൽ വീണ ആടിനെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ രക്ഷിച്ച് കരയ്ക്കെത്തിച്ചു. 30 അടി താഴ്ചയുള്ള കിണറിലാണ് ആട് വീണത്. ചെറുപ്പയിലെ സൽമാന്റെ ആടാണ് വിജയന്റെ പറമ്പിലെ ഉപയോഗശൂന്യമായതും ആൾമറയില്ലാത്തതുമായ കിണറിൽ വീണത്. തൃക്കരിപ്പൂരിൽ നിന്നും അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങളെത്തി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സിജോ ഓക്സിജൻ മാസ്ക് ധരിച്ച് 10 അടിയോളം വെള്ളമുള്ളതും 30 അടി താഴ്ചയുമുള്ള കിണറിലിറങ്ങി കൊട്ടയിറക്കി ആടിനെ പുറത്തെടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രാമനഗരം സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1986-87 കാലഘട്ടത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ചങ്ങാലിപ്രാവുകൾ സ്കൂളിൽ വീണ്ടും ഒത്തുകൂടി. ഗുരുവന്ദനം 25 എന്ന പേരിൽ നടന്ന ചടങ്ങിൽ പഴയകാല അധ്യാപകരെ ആദരിച്ചു. രാമനഗരം സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1986-87 കാലഘട്ടത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ചങ്ങാലിപ്രാവുകൾ സ്കൂളിൽ വീണ്ടും ഒത്തുകൂടി. ഗുരുവന്ദനം 2025 എന്ന പേരിൽ നടന്ന ചടങ്ങിൽ പഴയകാല അധ്യാപകരെ ആദരിച്ചു. ബാലൻ മാസ്റ്റർ, ആനിയമ്മ ടീച്ചർ, രാജലക്ഷ്മി ടീച്ചർ, ഫിലോമിന ടീച്ചർ, ബാലചന്ദ്രൻ മാസ്റ്റർ എന്നിവരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. അന്തരിച്ച അധ്യാപകരായ കണ്ണൻ മാസ്റ്റർ, ചന്ദ്രശേഖരൻ മാസ്റ്റർ, ദാമോദരൻ മാസ്റ്റർ, നവനീതൻ മാസ്റ്റർ, ഭവാനി ടീച്ചർ, മണിയൻ മാസ്റ്റർ എന്നിവരെ യോഗത്തിൽ അനുസ്മരിച്ചു. ലീല എക്കാൽ, ബേബി കാട്ടുകുളങ്ങര എന്നിവർ മുൻകൈയെടുത്ത് സഹപാഠികളെ കണ്ടെത്തി ഗ്രൂപ്പ് രൂപവൽക്കരിച്ചാണ് ഈ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചത്. രാമനഗരത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ചങ്ങാലിപ്രാവുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന വിവിധ പരിപാടികൾക്ക് രൂപം നൽകി. മണികണ്ഠൻ പി, മോഹനൻ മൗങ്കാൽ, ഗോപി നെല്ലിത്തറ, മിനിമോൾ KM, ബിന്ദു P നെല്ലിത്തറ, ശശികല S വാര്യർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. R രാജേഷ്, ലീല T, KV ഗീത, മായാചന്ദ്രൻ, KV ഉഷ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ തരിശുരഹിത നഗരസഭ എന്ന പദ്ധതിയിലേക്ക് ചുവടുവയ്ക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയും കൃഷിഭവനും വിവിധ വകുപ്പുകളും കാർഷിക കർമ്മസേനയും ചേർന്ന് നടത്തുന്ന തരിശുരഹിത നഗരസഭ പച്ചക്കറി കൃഷി യജ്ഞത്തിന് തുടക്കമായി. 19ാം വാർഡിലെ തരിശായി കിടന്ന 1.5 ഏക്കർ സ്ഥലത്ത് വിത്തിടൽ ചടങ്ങ് നടന്നു. സംസ്ഥാന സർക്കാരിന്റെ പച്ചക്കറി കൃഷിയജ്ഞം ഞങ്ങളും കൃഷിയിലേക്ക് ഓണത്തിന് ഒരു മുറം പച്ചക്കറി തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭ തരിശുരഹിത നഗരസഭ എന്ന പദ്ധതിയിലേക്ക് ചുവടുവയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നഗരസഭയും കൃഷിഭവനും വിവിധ വകുപ്പുകളും കാർഷിക കർമ്മസേനയും ചേർന്ന് തരിശുരഹിത നഗരസഭ പച്ചക്കറി കൃഷിയജ്ഞത്തിന് തുടക്കം കുറിച്ചത്. 19ാം വാർഡിലെ തരിശായി കിടന്ന 1.5 ഏക്കർ സ്ഥലത്ത് വിത്തിടൽ ചടങ്ങ് നടന്നു. നിരവധി ആളുകളുടെ പങ്കാളിത്തത്തിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. നഗരസഭയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് പച്ചക്കറി കൃഷിക്ക് ഇത്തവണ ഇവിടെ തുടക്കം കുറിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം നമുക്കതിനായി ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. അപ്പോൾ എന്തായാലും 100 മേനി വിളവ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാർഷിക കർമ്മസേന അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നന്നായി നടത്തിയിട്ടുണ്ട്. കൃഷിഭവൻ്റെയും അതുപോലെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായം അതിനെല്ലാ തരത്തിലും ലഭ്യമാണ്. കേരളത്തിനകത്ത് വലിയൊരു മാറ്റം കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് വലിയൊരു മാറ്റം കാർഷിക മേഖലയിൽ പ്രകടമാണ്. സർക്കാരിൻ്റെ പ്രോത്സാഹനം, കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോത്സാഹനം, അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും പച്ചക്കറി ഉത്പാദനത്തിലും അരി ഉത്പാദനത്തിലും ഒക്കെ സ്വയം പര്യാപ്തത നേടുന്ന രൂപത്തിലേക്ക് കേരളത്തിനകത്ത് വലിയ ഉയർച്ചയുണ്ടായിട്ടുണ്ട്. വികസന സ്ഥിരം സമിതി അധ്യക്ഷ K ലത അധ്യക്ഷത വഹിച്ചു. കൃഷി ഫീൽഡ് ഓഫീസർ S രമേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ K പ്രഭാവതി, കൗൺസിലർമാരായ T ബാലകൃഷ്ണൻ, C രവീന്ദ്രൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ T രഞ്ജിത്ത്, V ലതാകുമാരി, ആസ്മ വിഭാഗം ജീവനക്കാരായ M ശ്രുതി, TK ശ്രീവിദ്യ, വെജിറ്റബിൾ വിഭാഗം ജീവനക്കാരി സരിത, പാടശേഖര സമിതി സെക്രട്ടറി P സുശാന്ത്, KV ദാമോദരൻ എന്നിവർ സംസാരിച്ചു. കാർഷിക കർമ്മസേന സെക്രട്ടറി N ഉണ്ണികൃഷ്ണൻ സ്വാഗതവും കർമ്മസേന പ്രവർത്തകൻ ബാബു മടിക്കെ നന്ദിയും പറഞ്ഞു. കുഞ്ഞുവീട്ടിൽ ഭാസ്കരനാണ് കൃഷി ചെയ്യാൻ ആവശ്യമായ സ്ഥലം വിട്ടു നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കറന്തക്കാട് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള റോഡ് തകർച്ച. BMS നടത്തിയ റോഡ് ഉപരോധ സമരത്തിൽ സംഘർഷം. ചെറുവത്തൂരിൽ ബസ് ഇടിച്ച് കാൽനട യാത്രക്കാരിയായ വീട്ടമ്മ ദാരുണമായി മരിച്ച സംഭവം. ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്.
മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനും ബേക്കൽ സബ് ഡിവിഷൻ പോലീസ് ഓഫീസിനുമായി നിർമ്മിച്ച ബഹുനില കെട്ടിടം ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ബദിയടുക്ക കൃഷിഭവന് മുന്നിൽ സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. മാഹിൻ കേളോട്ട് ഉദ്ഘാടനം ചെയ്തു. പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്ന മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്നു. 2 ലക്ഷം രൂപ വിലമതിക്കുന്ന പാൻ ഉൽപ്പന്നങ്ങളുമായി 2 പേർ പിടിയിൽ. വന്യജീവികളുടെ ആക്രമണത്തിൽ പ്രതിഷേധം. കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന് ഓഗസ്റ്റ് 15-ന് തുടക്കമാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.